ഡോക്ടർ വർഗീസ് കുര്യൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ രുചിഭേദങ്ങളുടെ ഈറ്റില്ലമായ കോഴിക്കോട് ജനിച്ച് ഒരു രാജ്യം മുഴുവൻ അറിയെ വളർന്ന അപൂർവ വ്യക്തിത്വം. തന്റെ ഇച്ഛാശക്തിയും സ്ഥിരോത്സാഹവും ജന്മനാ കൈമുതലായുള്ള തന്റേടവും കൊണ്ട് കുര്യൻ വളർത്തിയെടുത്തത് ഈ മഹാരാജ്യം മുഴുവൻ സ്വയം പര്യാപ്തത നേടിയ ഒരു കർഷക സമൂഹത്തെയാണ്. 1921 നവംബർ മാസം 26-ാം തീയതി ബ്രിട്ടീഷ് കൊച്ചിയിലെ സിവിൽ സർജനായ പുത്തൻപുരയ്ക്കൽ കുര്യന്റെ മകനായി ജനിച്ചു. മദ്രാസ് ലയോള കോളേജിൽ നിന്നും ഊർജ്ജതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗിണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും ബിരുദം നേടി. പിന്നീട് സർക്കാർ സ്കോളർഷിപ്പോടുകൂടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടുവാനായി അദ്ദേഹം അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അവിടെ പഠനം പൂർത്തിയാക്കി ഭാരതത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം സർക്കാർ അദ്ദേഹത്തിന് നൽകിയ സ്കോളർഷിപ്പിന് പകരമായി ഗുജറാത്ത് സംസ്ഥാനത്തിലെ കേര ജില്ലയിലെ ആനന്ദിലേക്ക് ഡെയറി എഞ്ചിനീയറായി നിർബന്ധിത സേവനത്തിന് പോവുകയാണ് ഉണ്ടായത്. തനിക്ക് നൽകിയ ജോലിയിൽ ഒട്ടും തൃപ്തി തോന്നാതിരുന്ന അദ്ദേഹം പലതവണ ജോലി ഉപേക്ഷിക്കാൻ കരുതിയതാണ്. എന്നാൽ നിയോഗം മറ്റൊന്നായിരുന്നു. ഒരു ലക്ഷ്യബോധവുമില്ലാതെ ജോലി ഉപേക്ഷിക്കാൻ ഉറപ്പിച്ച കുര്യൻ ശ്രീ ത്രിഭുവൻദാസ് പട്ടേലിനെ പരിചയപ്പെടുന്നത് ആ കാലത്താണ്. ഈ സൗഹൃദമാണ് പിന്നീട് ഭാരതത്തിന്റെ ക്ഷീരമേഖലയെ തന്നെ മാറ്റിമറിച്ച സഹകരണ പാൽ സംഘങ്ങളുടെ ഉത്ഭവത്തിന് വഴിതെളിച്ചത്. പഴയ ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പോൾസൺ ഡയറി എന്ന സ്വകാര്യ കുത്തക കമ്പനിയായിരുന്നു അന്നേരം കേര ജില്ലയിലെ ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന പാൽ മുഴുവൻ സംഭരിച്ചിരുന്നത്. എന്നാൽ തങ്ങൾ നൽകുന്ന പാലിന് മതിയായ വില ഒരിക്കലും അവർക്ക് ലഭിച്ചിരുന്നില്ല. ഈ ചൂഷണം അവസാനിപ്പിക്കാനായിട്ടാണ് ശ്രീ ത്രിഭുവൻദാസ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം കേര ജില്ലയിലെ കർഷകരെ മുഴുവൻ ഒരുമിപ്പിച്ച് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിയത്. ഈ സംഘങ്ങൾ വഴി കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന പാൽ മുഴുവൻ സംഭരിക്കുകയും സംസ്കരണത്തിനു വേണ്ടി മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ തന്റെ സഹപാഠിയും ഡെയറി എഞ്ചിനീയറുമായിരുന്ന ശ്രീ എച്ച്.എം. ദലായുമായി ചേർന്ന് ഒരു പുതിയ പാൽ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുകയും ചെയ്തു. അതുവരെ സായിപ്പന്മാർക്ക് മാത്രം കൈമുതലായിരുന്ന പാൽ സംസ്കരണ വിദ്യ അങ്ങനെ അവർ ഇന്ത്യയിലും പ്രാവർത്തികമാക്കി. മാത്രമല്ല, എരുമപ്പാലിൽ നിന്നും പാൽപ്പൊടി ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയും അവർ വികസിപ്പിച്ചെടുത്തു. ഇത് പക്ഷേ പാശ്ചാത്യ ലോകത്തിനു തന്നെ അത്ഭുതമായിരുന്നു. കാരണം അവർ വിചാരിച്ചിരുന്നത് പശുവിൻ പാലിൽ നിന്നും മാത്രമേ പാൽപ്പൊടി ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്നാണ്. പക്ഷേ ഇന്ത്യയിലുണ്ടായിരുന്ന പാലിന്റെ ഭൂരിഭാഗവും എരുമപ്പാലായിരുന്നു. അന്ന് അവർ സ്ഥാപിച്ച ആ ചെറിയ പ്ലാന്റാണ് ഇന്ന് ഭക്ഷ്യവ്യവസായ രംഗത്ത് ഭാരതത്തിനെ ലോകത്തിനു മുന്നിൽ തന്നെ ശിരസുയർത്തിപ്പിടിക്കാൻ പര്യാപ്തമാക്കിയ അമൂൽ. കേര ജില്ലയിലെ ആനന്ദിലെ ഈ കൂട്ടായ്മ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആ കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി ഡോക്ടർ കുര്യനോട് ആനന്ദ് മാതൃകയിൽ ഭാരതമൊട്ടാകെ ഇതുപോലുള്ള സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് ഭാരതത്തിന്റെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായ ധവള വിപ്ലവത്തിന്റെ നാളുകളാണ്. 1965 സ്ഥാപിതമായ ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച സാമ്പത്തിക സഹായം കൊണ്ട് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക വിപ്ലവത്തിന് ശ്രീ വർഗീസ് കുര്യൻ നേതൃത്വം നൽകി. ഈ കാലമത്രയും കുര്യന് കണ്ട സ്വപ്നങ്ങൾ ഭാരതത്തിലെ ഭൂരിഭാഗം വരുന്ന ദരിദ്ര കർഷകർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി പ്രകാരം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കർഷക സഹകരണ സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടു. 1996 ഈ പദ്ധതി അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോഴേക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു കാർഷിക വിജയഗാഥ ഇന്ത്യയിൽ പിറവിയെടുത്തിരുന്നു. ഭാരതം പാലുൽപാദനത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്തെത്തുകയും മറ്റു രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാവുകയും ചെയ്തു. ഈ മാറ്റത്തിന്റെ അലയൊലികൾ കേരളത്തിലും ആഞ്ഞടിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിലെ കാർഷിക മന്ത്രിമാരായിരുന്ന ശ്രീമതി KR ഗൗരി അമ്മയ്ക്കും ശ്രീ E. ചന്ദ്രശേഖരൻ നായർക്കും കുര്യനോടുണ്ടായിരുന്ന ഊഷ്മളമായ ഹൃദയബന്ധമാണ് കേരളത്തിലും ക്ഷീരസഹകരണ സംഘങ്ങൾ ആരംഭിക്കുവാനും കേരളം കണി കണ്ടുണരുന്ന മിൽമ എന്ന നന്മയെ കേരളീയ ജനതയ്ക്ക് ലഭിക്കുവാനും കാരണമായത്. ഇന്ത്യ മഹാരാജ്യത്തോടൊപ്പം കുര്യൻ വളർന്നു. കുര്യനോടൊപ്പം അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്ന സ്വന്തം കർഷകരും. അദ്ദേഹത്തിന്റെ ഈ മഹത്തായ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. വേൾഡ് ഫുഡ് പ്രൈസ്, മാക്സസെ അവാർഡ്, കൃഷിരത്ന അവാർഡ്, പത്മശ്രീ,
പത്മഭൂഷൺ. ഒടുവിൽ 1999 രാജ്യത്തെ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഇതിനിടയിൽ അമുൽ, ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, ദേശീയ ക്ഷീരവികസന ബോർഡ് എന്നീ സ്ഥാപനങ്ങളുടെയൊക്കെ തലവനായി അദ്ദേഹം പ്രവർത്തിച്ചു. 2012 സെപ്റ്റംബർ മാസം 9 തൻ്റെ 90 വർഷത്തെ കർമ്മനിരതമായ ജീവിതത്തോട് കുര്യൻ വിട ചൊല്ലി. അദ്ദേഹത്തെ ഏറെ സ്നേഹിച്ചിരുന്ന കേര ജില്ലയിലെ കർഷകരോടൊപ്പം ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തിനു വേണ്ടി തേങ്ങി. ഈ മഹാരാജ്യത്തെ മുഴുവൻ പാലുൽപാദനത്തിലും വിപണനത്തിലും സ്വയം പര്യാപ്തമാക്കിയ ഈ കുറിയ മനുഷ്യനെ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നല്ലാതെ വേറെ എന്ത് വിശേഷിപ്പിക്കാനാണ്?